ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ അകത്തെ കളികളേക്കാൾ കൂടുതൽ പുറത്താണ് കളികൾ നടക്കുന്നത് അല്ലേ. അഖിൽമാരാറിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വേറെ ഒരുപാട് പേര്, അഖിൽമാരാർക്കെതിരെ സംസാരിച്ചുകൊണ്ട് റിനോഷ്, അനുകൂലിച്ചുകൊണ്ട് കുറേ പേര്, അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം അല്ലെങ്കിൽ തുടക്കമിട്ടത് സിബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംസാരങ്ങളും അതിൽ നിന്നാണ് അഖിൽമാരാർ ഇങ്ങനെ ഒരു ആദ്യമായിട്ടൊരു ലൈവ് ഇടുന്നതും പിന്നെ അതിനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ അതിസജീവമായിട്ട് ഏറ്റെടുക്കുന്നതും. ഇപ്പോൾ ഇത് കുറച്ച് മുമ്പ് നമ്മുടെ സിബിൻ ഒരു ലൈവ് വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. മറ്റൊന്നുമല്ല, ബിഗ് ബോസിൽ നിന്ന് സിബിനും ടീമും വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് പുറത്തായ ഒരു കണ്ടസ്റ്റന്റ്, അവരും അവരുടെ ഭർത്താവും കൂടെ ചേർന്ന് സിബിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു ഇന്റർവ്യൂകളിൽ എന്നാണ് പറയുന്നത്. സിബിൻ അവർക്ക് താക്കീത് കൊടുക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് ഇനി സംസാരിക്കരുത്, എന്നെ വിട്ടേക്ക്, എന്നെക്കുറിച്ച് സംസാരിക്കരുത്. അതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് തന്നെ വേലി കിടക്കുന്ന പാമ്പിനെ അടുത്ത് തോളിലത്ത് വെക്കരുത് എന്നുള്ളതാണ്. അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ ലീലാവിലാസങ്ങളൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈ കണ്ടസ്റ്റന്റ് ആരാന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സിബിൻ ഒരു പാട്ടൊക്കെ അതിനകത്ത് പാടുന്നുണ്ട് കേട്ടോ. ഒരു പുഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടാണ്. അതാരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും കണ്ടസ്റ്റൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങി. പഴയ കണ്ടസ്റ്റൻസും പുതിയ കണ്ടസ്റ്റൻസും തമ്മിൽ യുദ്ധം തുടങ്ങി. പഴയ സീസണിൽ 2 കണ്ടസ്റ്റൻസ് ആയിരുന്നവർ തമ്മിൽ യുദ്ധം തുടങ്ങി. എന്തായാലും ഇപ്പോൾ അകത്തെ കളികളേക്കാൾ പുറത്തെ കളികളാണ് പ്രേക്ഷകർ